തേവലക്കര മുളയ്ക്കൽ LPSൽ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. മുളയ്ക്കൽ ഉമ്മൻതരകൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. അനുമോദനം, എൻഡോവ്മെന്റ് വിതരണം എന്നിവയും നടത്തി. തേവലക്കര മുളയ്ക്കൽ LPSന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനമാണ് നടത്തിയത്. ഇതോടനുബന്ധിച്ച് മുളയ്ക്കൽ ഉമ്മൻതരകൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. പ്രതിഭകളെ അനുമോദിക്കൽ, എൻഡോവ്മെന്റ് വിതരണം എന്നിവയും നടത്തി. സുവർണ ജൂബിലി ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും മുളയ്ക്കൽ ഉമ്മൻതരകൻ അനുസ്മരണവും മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള പേരുകളിൽ ഒന്ന് മുളയ്ക്കൽ തങ്കച്ചായന്റെ പേരാണ്. അത് മറ്റൊന്നുമല്ല, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തി. അതുപോലെ തന്നെ ശ്രീ അദ്ദേഹത്തിന്റെ പേര്. ഈ ബന്ധത്തെക്കുറിച്ച് ഏറ്റവും അധികം കേൾക്കാനിടയായതാണ് എനിക്ക്. ഏത് മേഖലയിൽ തേവലക്കര ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പഴയ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെല്ലാവരും തന്നെ എന്തെങ്കിലും ഒരു അനുഭവവും ചരിത്രവും ആ കാര്യത്തിൽ പരാമർശിക്കുക. എന്താണേലും ഒരു ഭാഗ്യം എന്നുള്ള നിലയിലേക്ക് ആ കുടുംബവുമായിട്ടുള്ള ബന്ധം അതേ ദൃഢതയിൽ എനിക്കും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷമേകുന്നു. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് എൻ്റെ പിതാവ് ആണ് കാരണക്കാരൻ എന്ന് അലക്സ് പറയുമ്പോഴും അന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് നാട്ടിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു സ്കൂൾ വരുമ്പോൾ അത് നാടിന്റെ മുഖച്ഛായ എങ്ങനെ മാറ്റുമെന്ന കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഈ സ്കൂൾ എന്ന ആശയത്തിലേക്ക് അദ്ദേഹം എത്തിയത്. അതിനൊരു കാരണക്കാരനൊരു നിമിത്തമായി എൻ്റെ പിതാവ് മാറി എന്ന് മാത്രമേ ഉള്ളൂ. ആ മനസ്സ് നാടിന്റെ നന്മ. നമ്മളെ എൻ്റെ മുമ്പിലുള്ള അധ്യാപകരിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു പവിത്രതയോടുകൂടിയുള്ള ഒരു തൊഴിലായിരുന്നു അധ്യാപനം എന്നുള്ളത്. വളരെ നമ്മുടെ ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി അടുത്ത തലമുറയിലേക്ക് അറിവ് പകർന്നു കൊടുത്ത് അവരെ നല്ല കുട്ടികളാക്കി ഭാവിയിലെ നല്ല പൗരന്മാരാക്കി മാറ്റുക എന്നുള്ള അധ്യാപന രംഗത്തേക്ക്, അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള സ്കൂൾ നടത്തുമ്പോൾ ഒരിക്കലും ലാഭമായിരുന്നില്ല. ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിലേക്കൊന്നും പറയുന്നില്ല. അധ്യാപകന്റെ പോസ്റ്റിങ്ങിന് 40-50 ലക്ഷവും കോളേജുകളിലെ പോസ്റ്റിങ്ങിന് 1 കോടി രൂപയും വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നാട്ടിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിലെ അധ്യാപനത്തിന്റെ പവിത്രത ഇന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് വലിയ വിശാലമായ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. PTA പ്രസിഡന്റ് ജൗഹർ വെറ്റമുക്ക് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ O. അലക്സ് തരകൻ സ്വാഗതം പറഞ്ഞു. മുളയ്ക്കൽ ഉമ്മൻതരകൻ മെമ്മോറിയൽ എൻഡോവ്മെന്റ് തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ എസും, രജത ജൂബിലി മെമ്മോറിയൽ എൻഡോവ്മെന്റ് തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജേക്കബും സമ്മാനിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ SSLC LSS പ്രതിഭകളെ അനുമോദിച്ചു. തേവലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം സുമയ്യ ജമാൽ, റിട്ടയർഡ് പ്രഥമാധ്യാപകൻ അപ്പുക്കുട്ടൻ പിള്ള സ്മാരകമായുള്ള എൻഡോവ്മെന്റും പ്രവീൺ മെമ്മോറിയൽ എൻഡോവ്മെന്റും വിതരണം ചെയ്തു. റിട്ടയർഡ് പ്രഥമാധ്യാപിക സൂസമ്മ B ഏർപ്പെടുത്തിയ ചികിത്സാ സഹായം AEO അനിത L വിതരണം ചെയ്തു. മുളയ്ക്കൽ മേരിക്കുട്ടി ഉമ്മൻ മെമ്മോറിയൽ എൻഡോവ്മെന്റ് ലൈബ്രറി കൗൺസിൽ മുൻ താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PB ശിവൻ വിതരണം ചെയ്തു. മുൻ പ്രഥമാധ്യാപകൻ G ചെറിയാൻ, മുൻ പഞ്ചായത്ത് അംഗം രാജേഷ് കുമാർ, NR ബിജു, നിസാർ മേക്കാട്, ശാലിനി N, വരുൺലാൽ S, പ്രഥമാധ്യാപിക ആനി K ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.